നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുറത്തുവരുന്നത് ഏറെ ആശങ്ക നിറഞ്ഞ വാർത്ത തന്നെയാണ്. നടുകടലിൽ കത്തിയമരുന്ന കപ്പൽ 7 നിമിഷവും മുങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന് അധികൃതർ. കേരള തീരത്തിന് സമീപത്ത് വെച്ച് തീപിടിച്ച വാൻഹായ് 503 ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകൾ തീരത്തടിയുമെന്ന മുന്നറിയിപ്പ്. അടുത്ത 3 ദിവസത്തിനുള്ളിൽ കൊച്ചിക്കും കോഴിക്കോടിനും ഇടയിൽ കണ്ടെയ്നറുകൾ തീരത്തടിയുമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. കപ്പലിൽ നിന്നുള്ള എണ്ണപ്പാട കേരള തീരത്തിന്റെ സമാന്തര ദിശകളിൽ നീങ്ങാൻ സാധ്യത ഏറെയാണ്. കണ്ടെയ്നറുകൾ തെക്ക് കിഴക്കൻ ദിശയിൽ നീങ്ങാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് പറയുന്നു. ചരക്ക് കപ്പലിൽ തീ പടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കപ്പലിനെ തീ വിഴുങ്ങിയ അവസ്ഥയാണ് എന്ന് കോസ്റ്റ് ഗാർഡ് പറയുന്നു. കോസ്റ്റ് ഗാർഡ് ഷിപ്പുകൾക്ക് തീപിടിച്ച കപ്പലിന് അടുത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത വിധത്തിലാണ് നിൽക്കുന്നത്. ക്യാപ്റ്റനടക്കം 18 പേരെ കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരുന്നു. 4 പേരെ കാണാതായിട്ടുണ്ട്. ഇവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. പരിക്കേറ്റവരെ മംഗളൂരിലേക്ക് കൊണ്ടുവരും. 4 ജീവനക്കാരെ മംഗളൂരിലെ AJ ആശുപത്രിയിലായിരിക്കും പ്രവേശിപ്പിക്കുക. ഇവരെ കൊണ്ടുവരാൻ 4 ആംബുലൻസുകൾ മംഗലാപുരം തുറമുഖത്ത് അയച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെ INS സൂറത്തിലാണ് മംഗളൂരിലേക്ക് എത്തിക്കുക. 18 പേരെ 10 മണിയോടെ മംഗലാപുരം തുറമുഖത്ത് എത്തിക്കും. 4 ജീവനക്കാർക്ക് ഏതുതരം പരിക്കുകളാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കത്തുന്ന കപ്പലിനെ ഈ ഡോയ്ഗഡ് ഉപയോഗിച്ച് പുറംകടലിലേക്ക് കൊണ്ടുപോകും. കപ്പൽ ഒഴുകി തീരത്ത് എത്താതിരിക്കാനാണ് ഈ ഡക്ക് ഉപയോഗിച്ച് നിയന്ത്രിക്കുന്നത്. രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം തുടരുമെന്ന് കോസ്റ്റ് ഗാർഡ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും കോസ്റ്റ് ഗാർഡ് DIG വ്യക്തമാക്കി. സിംഗപ്പൂർ കപ്പലിലെ 157 കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കളാണ് ഉള്ളത്. ആസിഡുകളും ഗൺ പൗഡറും ലിഥിയം ബാറ്ററികളും അടക്കം തനിയെ തീപിടിക്കുന്ന രാസവസ്തുക്കളാണ് കണ്ടെയ്നറുകളിൽ ഉള്ളത്. അപകടം നടന്ന കപ്പൽ ചാനലിന് സമീപത്തുള്ള മറ്റ് കപ്പലുകൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരക്ഷിതമായ ദൂരത്തിൽ കടന്നുപോകണമെന്നാണ് നിർദ്ദേശം. അതേസമയം രക്ഷാപ്രവർത്തനത്തിൽ കൂടുതൽ കപ്പലുകൾ എത്തിച്ചേരുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പലുകളാണ് സ്ഥലത്തെത്തിയിരിക്കുന്നത്. സാങ്കേതിക, സമുദ്രഹരി എന്നീ കപ്പലുകൾ രക്ഷാദൌത്യത്തിൽ പങ്കാളികളാകും. തീപിടിച്ച MV വാൻഹായ് 503 കപ്പൽ നിലവിൽ നിയന്ത്രണ വിധേയമല്ലെന്ന് റിപ്പോർട്ടുണ്ട്. നിയന്ത്രണ വിധേയമല്ലെങ്കിലും കപ്പൽ മുങ്ങുന്നില്ല എന്നാണ് വിവരം. പക്ഷേ ഒരു വശത്തേക്ക് ചരുങ്ങിയിട്ടുണ്ട്. രക്ഷാദൌത്യത്തിന് മറ്റ് കപ്പലുകളുടെ സഹായം ആവശ്യമുണ്ട്. കപ്പൽ കമ്പനിയുടെ സാൽവേജ് മാസ്റ്റർ ദൌത്യത്തിന് എത്ര കപ്പലുകൾ വേണമെന്ന് അറിയിക്കും. അഗ്നിരക്ഷാസേന ദൌത്യം തുടരുകയാണ്. ഹൈ പവർ ജെറ്റ് സ്പ്രേകൾ ഉപയോഗിച്ച് കൂളിംഗ് ഉറപ്പാക്കും എന്നാണ് വിവരം. അതുപോലെ തന്നെ ഡോളിയർ വിമാനങ്ങൾ ഉപയോഗിച്ച് കപ്പലിനെ നിരീക്ഷിക്കുന്നത് തുടരുകയാണ്. കപ്പലിൽ തീ പിടുത്തമുണ്ടായ ഭാഗത്തെ തീ അണയ്ക്കുന്നുണ്ടോ എന്നത് വിമാന നിരീക്ഷണത്തിലൂടെ ഉറപ്പാക്കാനാണ് നീക്കം. കമ്പനിയുടെ സാൽവേജ് ടീമുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവർ കോസ്റ്റ് ഗാർഡും നേവിയുമായി ചേർന്ന ദൌത്യത്തിന്റെ ഭാഗമായി ഡഗ്ഗുകൾ ഉപയോഗിച്ച് ഉൾക്കടലിലേക്ക് കപ്പൽ എത്തിക്കാനാണ് ശ്രമം നടക്കുന്നത്. നിലവിൽ സചേത, സമുദ്ര പ്രഹരി, അർണോഷ്, രാജ്ദൂത്, അതുപോലെ തന്നെ സമർദ് എന്നീ 5 കോസ്റ്റ് ഗാർഡ് കപ്പലുകളാണ് ദൌത്യത്തിൽ പങ്കെടുക്കുന്നത്. അഗ്നിശമന ഉപകരണങ്ങളും ഉണ്ട്. മലിനീകരണം തടയാനുള്ള സൗകര്യങ്ങളും ഉള്ളതുമായ കപ്പലുകളാണ് ഇവ. ചരക്ക് കപ്പലുകൾ ഉണ്ടായിരുന്ന ക്യാപ്റ്റൻ അടക്കം 18 പേരെ കഴിഞ്ഞ ദിവസം രക്ഷപ്പെടുത്തി. 22 പേരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. 4 പേരെ കാണാതായിട്ടുമുണ്ട്. പരിക്കേറ്റവരിൽ 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. 157 കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടെന്നാണ് വിവരം. വിവിധ തരം ആസിഡുകൾ, ലിഥിയം ബാറ്ററികൾ, ഗൺ പൗഡറുകൾ, അതുപോലെ തന്നെ ടർബൈനുകൾ അടക്കം തീപിടുത്തത്തിന് സാധ്യതയുള്ള വസ്തുക്കളും കണ്ടെയ്നറുകളിൽ ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. തനിയെ തീപിടിക്കുന്നത് ഉൾപ്പെടെ 4 തരം രാസവസ്തുക്കൾ കണ്ടെയ്നറുകൾ ഉണ്ടെന്നാണ് തനിക്ക് വിവരം ലഭിച്ചതെന്ന് തീപിടുത്തമുണ്ടായതിൽ 44 നോട്ടിക്കൽ മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന അഴീക്കൽ പോർട്ടിന്റെ ഓഫീസറും വ്യക്തമാക്കി. അഴീക്കലിനും ബേപ്പൂരിനും ഇടയിൽ അന്തർദേശീയ കപ്പൽ പാതയിലാണ് ചരക്ക് കപ്പലിൽ തീപിടുത്തവും പൊട്ടിത്തെറിയും ഉണ്ടായത്. ഇന്നലെ രാവിലെ 9:30 കൊളംബോയിൽ നിന്ന് നവി ദുബായിലേക്ക് പോയ സിംഗപ്പൂർ കപ്പലിൽ അപകടമുണ്ടായത്. BSM എന്ന കമ്പനിയായിരുന്നു കപ്പലിന്റെ നടത്തിപ്പ് ചുമതല. ഈ കമ്പനിയുമായി ഷിപ്പിംഗ് മന്ത്രാലയം ബന്ധപ്പെടുന്നുണ്ട്. ചൈന, മ്യാൻമാർ, ഇന്തോനേഷ്യ, തായ്ലാന്റ് അതുപോലെ തന്നെ ഈ ഇവിടങ്ങളിൽ നിന്നുള്ള പൗരന്മാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്.